ലോസ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നമുക്കൊരു ഹെൽത്തി സാലഡ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ബോൺലെസ് ചിക്കനാണ്. അതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾ റെഡിയാക്കാം. അതിനായിട്ട് ഒരു ക്യുക്കുംബർ, ഒരു ക്യാരറ്റ്, ഒരു സവോള, കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് സ്വീറ്റ് കോൺ, ലെറ്റ്യൂസ്, 2 കോഴിമുട്ട. ഇത്രയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ്. എൻ്റെ കയ്യിലുള്ള സ്വീറ്റ് കോൺ ഫ്രോസൺ ആയതുകൊണ്ട് ഇതൊരു ചൂടുവെള്ളത്തിൽ ഒരു 5 മിനിറ്റ് നേരം ഞാൻ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് ഓയിൽ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിലാണ് കേട്ടോ. ഇതൊരു ഹെൽത്തി സാലഡ് ആയതുകൊണ്ടാണ് ഞാൻ ഒലീവ് ഓയിൽ യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായതിന് ശേഷം നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ നമുക്ക് എടുത്തു വെക്കാം. ചിക്കൻ ഒരു 5 to 7 മിനിറ്റ്സ് മാത്രം ഫ്രൈ ആയാൽ മതി കേട്ടോ. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ചിക്കൻ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന 2 കോഴിമുട്ട നടുവേ കീറി, 3 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഒലീവ് ഓയിൽ എന്നിവ ചേർത്ത് അരച്ചെടുക്കാം. ഒന്നരഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് ഒന്നും കൂടി നമുക്ക് അരച്ചെടുക്കാം. ഇങ്ങനെ ഒരു 3-4 വട്ടം അരച്ചെടുക്കണം. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് 1-2 വറ്റൽമുളക് ഇടുന്നത് ഇച്ചിരി എരിവിനും ഫ്ലേവറിനും നല്ലതായിരിക്കും. ഞാനിത് ആദ്യം പറയാൻ വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ എടുത്ത് ഒന്നും കൂടി അരച്ചെടുക്കുന്നത്. ഇതേ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ഡ്രസ്സിങ് അരച്ചെടുക്കാനായിട്ട്. ഇനി ഒരു ബൗളെടുത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതുപോലെ ചെറിയ പീസുകളാക്കി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഡ്രസ്സിങ് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി, ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്തതും, ആവശ്യമെന്ന് തോന്നിയാൽ മാത്രം ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കിയെടുക്കാം. ഇതേ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. അതുകൊണ്ട് നിങ്ങളിത് വീട്ടിലുണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. ഇനിയും ഇതുപോലെയുള്ള ക്വിക്ക് റെസിപ്പി വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.